കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫ് നോക്കിയിട്ട് പറഞ്ഞു. ആക്ഷൻസ് കൊള്ളാം, കുഴപ്പമില്ല. സോങ്സ് കൊള്ളാം, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അടിപൊളി, മ്യൂസിക് കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫ് നോക്കിയിട്ട് പറയും. പിന്നെ മറ്റേ വിവേക് നെടുമുടി വേണു അവരൊക്കെ വഴി തിരിച്ചു വന്നില്ലേ? അതെങ്ങനെയുണ്ട്? റിയാലിറ്റി തോന്നുന്നുണ്ടോ? അത് കുഴപ്പമില്ല, കൊള്ളാം. റിയാലിറ്റി ഉണ്ട്. വിവേക് എല്ലാം മറിച്ച് കുഴപ്പമില്ല. അതേപോലെ ആക്ഷൻ എല്ലാം കറക്റ്റായിരിക്കും. തിയേറ്ററിൽ വന്ന് തന്നെ കാണാം. തിയേറ്ററിൽ വന്ന് കാണാം. പടം നല്ല പടമാണ്, നല്ല പടമാണ്, കാണാൻ നല്ല രസമുണ്ട്. നല്ല മ്യൂസിക് കൊള്ളാം, നല്ല രസമുണ്ട്. ആക്ഷൻസ് ഈ പ്രായത്തിലും കമലഹാസൻ ഇമാതിരി ആക്ഷൻ ചെയ്യുന്നുണ്ടല്ലോ എന്നൊരു അത്ഭുതമാണ്. വളരെ വ്യത്യസ്തമായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വന്ന് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, അതുകൊണ്ട് എല്ലാവരും വന്ന് തിയേറ്ററിൽ കണ്ടാൽ വളരെ നന്നായിരിക്കും. വളരെ നല്ല പുതുമകളൊക്കെ പടത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമ്മൾ കാണാൻ പറ്റാത്ത കുറച്ച് നടന്മാരൊക്കെ നമുക്ക് വീണ്ടും കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. നെടുമുടി വേണുവൊന്നും രക്ഷയില്ല. വിവേകിൻ്റെ റിയാലിറ്റി തോന്നുന്നില്ലെങ്കിലും നെടുമുടി വേണുവിൻ്റെ റിയാലിറ്റി തോന്നുന്നുണ്ട്. വിവേക് നമുക്ക് മനസ്സിലാവും ആണെന്നുള്ളത്. പക്ഷേ നെടുമുടി വേണു വളരെ നല്ല നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പൈസ മുടക്കി ചെയ്തിട്ടുണ്ട്. നല്ല കാണണം, കണ്ടു നോക്കണത്. ഞാൻ പറയുന്നില്ലല്ലോ, നിങ്ങൾ വന്ന് കണ്ടു നോക്കണം. പ്രേക്ഷകരെല്ലാവരും ഒന്നടങ്കം തിയേറ്ററിൽ വന്നിരുന്ന് കാണണം എന്നുള്ള. എല്ലാ പെണ്ണുങ്ങളും കൊള്ളാം, സൂപ്പർ. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഇല്ല, കൊള്ളാം, നന്നായി ചെയ്തിട്ടുണ്ട്. ശങ്കറിന്റെ ഫ്രെയിംസ് റിച്ചാണ്, എല്ലാ ഫ്രെയിംസും റിച്ചാണ്. പിന്നെ ഈ ആക്ഷൻ പുള്ളി ചെയ്യാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടാണ്? ഇല്ല, എല്ലാം കുഴപ്പമൊന്നുമില്ല. ഇന്ത്യൻ വൺ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് സ്റ്റോറി പോയിക്കൊണ്ടിരിക്കുന്നത്. കൊള്ളാം. അതെങ്ങനെയാണ് പുള്ളി വഴി കാണിച്ചിട്ട്? അതൊരു കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഫീൽ ചെയ്യുന്നുണ്ടോ അത് ആന്ന്? ഇല്ല, അത്യാവശ്യം മെനയായിട്ടൊക്കെ തന്നെ തോന്നിയത്. പൈസ മുടക്കി. അതെ. ആക്ഷൻസിലൊക്കെ CGI ആണോ കൂടുതൽ, അതോ റിയൽ ആയിട്ട് എന്തെങ്കിലും ചെയ്യണോ? റിയൽ ആയിട്ടൊക്കെ തന്നെയാണ് കൂടുതലും ചെയ്തത്. അല്ല അങ്ങനെ ആർട്ടിഫിഷ്യലായിട്ടൊന്നും തോന്നിയൊന്നുമില്ല. VFX വർക്ക് ഉണ്ട് ഇല്ലെന്നല്ല, പക്ഷെ എല്ലാം കൂടുതലും റിയാലിറ്റി സെറ്റപ്പാണ്. കലണ്ടർ സോങ് അത് കൊള്ളായിരുന്നു, നല്ല മേക്കിംഗ് ആയിരുന്നു. മ്യൂസിക് ഉണ്ടായിരുന്നു, ബാക്ക്ഗ്രൗണ്ട് BGM ഒക്കെ പറ്റിയില്ല. AR റഹ്മാൻ തന്നെ ആയിരുന്നു ബെറ്റർ തോന്നുന്നുണ്ട്. AR റഹ്മാൻ അല്ലെങ്കിൽ ഹാരിസ്? അങ്ങനല്ല, AR റഹ്മാൻ ഈ പടത്തിന് ഒരു ഐക്കോണിക് ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ, പക്ഷെ ഒന്നും കണ്ടില്ല. അല്ലേ?